വെയിലും മഴയുമേറ്റ് വയോധികയുടെ വർഷങ്ങളായുള്ള താമസം അമ്പലപ്പറമ്പിലും ബസ് സ്റ്റോപ്പിലും. 72കാരിയുടെ സംരക്ഷണവും പുനരധിവാസവും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ. അവണൂർ തങ്ങാലൂരിലെ ലക്ഷ്മിയാണ് വർഷങ്ങളായി ബസ് സ്റ്റോപ്പിലും അമ്പലപ്പറമ്പിലുമായി താമസിച്ച് ജീവിതം തള്ളി നീക്കുന്നത്. കാലവർഷം കനത്തതോടെ സെന്റ് ജോസഫ് പള്ളിക്ക് സമീപമുള്ള ബസ് സ്റ്റോപ്പിലാണ് നിലവിലെ താമസം. അവിവാഹിതയായ ലക്ഷ്മിക്ക് 2 സഹോദരിമാരും സഹോദരനുമുണ്ടെങ്കിലും സാമ്പത്തിക പരാധീനതകൾ കാരണം ഇവരുടെ സംരക്ഷണം കൂടി ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. ഇടയ്ക്ക് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന ഇവർ സംരക്ഷിക്കാൻ വരുന്നവരെയും പരിസരവാസികളെയും ബസ് കാത്തു നിൽക്കുന്നവരെയും പുലഭ്യം പറയുകയുമാണ്. ഇതോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇപ്പോൾ യാത്രക്കാർക്ക് അന്യമായ സ്ഥിതിയാണ്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അവസ്ഥയാകട്ടെ സീലിംഗ് അടക്കം അടർന്നു വീണ് അപകടാവസ്ഥയിലും. പലകുറി വാർഡ് മെമ്പർ ഇടപെട്ട് മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇവിടം വിടാൻ ഇവർ കൂട്ടാക്കുന്നില്ല. ശരിയാക്കി വന്നാൽ ഞാൻ ഇവിടുന്ന് പോവില്ല. പള്ളിയിലൊന്നും മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടികളെ വിട്ട് നിൽക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ വേണ്ട. എന്നിരുന്നാലും രാത്രികാലങ്ങളിലടക്കം സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ കഴിയുന്ന വയോധികയെ അധികൃതർ ഇടപെട്ട് അടിയന്തരമായി സ്നേഹാലയത്തിലോ മറ്റോ പുനരധിവസിപ്പിച്ച് സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. മഴയും വെയിലും അതിജീവിക്കുന്ന, അതുപോലെ തന്നെ രാത്രികാലങ്ങളിലെ ഇഴജന്തുക്കളുടെയും മൃഗങ്ങളുടെയും ഭീഷണി നേരിടുന്ന ഈ വയോധിക സ്ത്രീയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ തൃശൂർ ജില്ലാ വെൽഫെയർ ഓഫീസറിനും പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിനും ബന്ധപ്പെട്ട അധികൃതർക്കും പ്രദേശവാസിയായ രജീഷ് നിവേദനം നൽകിയിട്ടുണ്ട്. TCV തൃശൂർ.